നമസ്കാരം. കരിയർ ലാഡറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം. 1 കോടി രൂപ വരെ വാർഷിക വരുമാനമുള്ള തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സുകളിലേക്കുള്ള BSc ഡിഗ്രിക്ക് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അതായത് NCHM JEE ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ചിരിക്കുകയും വേണം. ഇപ്പോൾ +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെയും പ്രൊവിഷണലായി പരീക്ഷ എഴുതുന്നതിന് അനുവദിക്കും. എന്നാൽ അത്തരം വിദ്യാർത്ഥികൾ അഡ്മിഷന് മുമ്പായി ക്വാളിഫയിങ് എക്സാം പാസ്സായിരിക്കണം. ഇപ്പോൾ +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് ആരംഭിക്കുന്നതിന് മുൻപായി അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് NCHM എൻട്രൻസ് എക്സാമിനേഷന് ഏജ് ലിമിറ്റ് ഇല്ല. ഫിസിക്കൽ ഫിറ്റ്നസ് ആണെങ്കിൽ NCHM ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൽ നിന്നും ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. 15% സീറ്റുകൾ SC വിഭാഗത്തിനും 7.5% സീറ്റുകൾ ST വിഭാഗത്തിനും 27 സീറ്റ് OBC നോൺ ക്രീമി ലെയർ എന്നീ വിഭാഗങ്ങൾക്കും 10% സീറ്റ് EWSനും ആയി മാറ്റിവെച്ചിട്ടുണ്ട്. 40%-ൽ കൂടുതൽ അംഗപരിമിതി ഉള്ളവർക്കായി ഓരോ കാറ്റഗറിയിലും 5% സീറ്റ് വീതം മാറ്റിവെച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലാകും എക്സാം നടക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ തന്നെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ തിരഞ്ഞെടുക്കണം. ഒരിക്കൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് മീഡിയം മാറ്റാൻ സാധിക്കില്ല. ഇതിന്റെ മാർക്കിംഗ് സ്കീം: ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്കാണ് ലഭിക്കുക. ഒരു തെറ്റുത്തരത്തിന് 1 മാർക്ക് വീതം ടോട്ടലിൽ നിന്ന് കുറവ് വരും. ഇനി നമുക്ക് ഈ എക്സാമിന്റെ പാറ്റേൺ ഒന്ന് പരിശോധിക്കാം. ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 30 ചോദ്യങ്ങൾ ഉണ്ടാകും. റീസണിംഗ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷനിൽ നിന്ന് 30 ചോദ്യങ്ങൾ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 30 ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 60 ചോദ്യങ്ങൾ, ആപ്റ്റിറ്റ്യൂഡ് ഫോർ സർവീസ് സെക്ടറിൽ നിന്ന് 50 ചോദ്യങ്ങൾ. അങ്ങനെ ടോട്ടൽ 200 ചോദ്യങ്ങളാകും പരീക്ഷയ്ക്കുണ്ടാകുക. ഇനി നമുക്ക് സെന്റർ എങ്ങനെ ചൂസ് ചെയ്യാം എന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് 4 സീറ്റുകൾ അവരുടെ ഇഷ്ടമനുസരിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുക്കാം. സാധാരണഗതിയിൽ ഇതിൽ ഏതെങ്കിലും ഒരു സിറ്റിയിൽ തന്നെ സെന്റർ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രമായി അനുവദിക്കാറുണ്ട്. കേരളത്തിൽ കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവ പരീക്ഷാ കേന്ദ്രങ്ങളാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആധാർ, ഇലക്ഷൻ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെന്റ് അപ്രൂവ്ഡ് ID, വിദ്യാഭ്യാസ യോഗ്യതയുടെ വിവരങ്ങൾ, JPEG ഫോർമാറ്റിൽ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള 4 KB-ക്കും 30 KB-ക്കും ഇടയിൽ സൈസുള്ള സിഗ്നേച്ചർ, അനക്സർ 5-ൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 4 സിറ്റികളുടെ പേരുകൾ, ഓൺലൈൻ ഫീസ് അടയ്ക്കുന്നതിനായുള്ള ബാങ്ക് ഡീറ്റെയിൽസ്, വാലിഡായ ഇമെയിൽ ID, കാരണം തുടർന്നുള്ള എല്ലാ ആശയവിനിമയങ്ങളും ഈ ഇമെയിൽ ID വഴിയാകും നടക്കുക. ദെൻ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, ഈ അടുത്ത കാലത്തായി എടുത്ത ഫോട്ടോ സ്കാൻ ചെയ്ത് 200 KB സൈസിൽ JPEG ആയി സേവ് ചെയ്തത്. ഈ ഫോട്ടോ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാകാം. എന്നാൽ മുഖം 80% വ്യക്തമായിരിക്കണം. മാസ്ക് പോലുള്ളവ ധരിച്ച് ഫോട്ടോ എടുക്കാൻ പാടില്ല. ഫീസ് പേയ്മെന്റിന് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI എന്നിവയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ മാസ്റ്റർ കാർഡ്, വിസ കാർഡ് എന്നിവ അനുവദിക്കില്ല. ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് NTA-യിലേക്ക് അയക്കേണ്ടതില്ല. എന്നാൽ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ കൺഫർമേഷൻ പേജിന്റെ 4 പ്രിന്റ് ഔട്ടും ഫീസ് അടച്ചതിന്റെ പ്രൂഫ്, അപ്ലോഡ് ചെയ്തിരിക്കുന്ന അതേ ഫോട്ടോഗ്രാഫ് എന്നിവ പരീക്ഷാ സമയത്ത് കയ്യിൽ കരുതുക. ഇന്ത്യയിലാകെ 78 സ്ഥാപനങ്ങളാണ് NCHM JEE വഴി അഡ്മിഷൻ ലഭിക്കുക. കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള കോഴിക്കോട് SIHM, മൂന്നാറിലുള്ള മൂന്നാർ കാറ്ററിംഗ് കോളേജ്, തിരുവനന്തപുരത്തുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള IHM, വയനാടുള്ള ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയാണ് ഇവയിൽ പ്രധാനം. ഇതിൽ മൂന്നാർ കാറ്ററിംഗ് കോളേജ്, ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവ സ്വകാര്യ മേഖലയിലാണ്. ഇനി നമുക്ക് ഇതിന്റെ തൊഴിലവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഫ്ലൈറ്റ് കിച്ചൺ, ഇന്ത്യൻ നേവി ഹോസ്പിറ്റാലിറ്റി സർവീസ്, കിച്ചൺ, മാനേജ്മെന്റ് ആൻഡ് ഹൗസ് കീപ്പിംഗ്, ഹോട്ടൽസ്, ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഫാസ്റ്റ് ഫുഡ് ചെയിൻസ്, ഷിപ്പിംഗ് ആൻഡ് ക്രൂയിസ് ലൈൻസ്, സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മൾട്ടിനാഷണൽ കമ്പനീസ്, ദെൻ റിസോർട്ട് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കാറ്ററിംഗ് തുടങ്ങിയ മേഖലകളിലാകും ഇവർക്ക് ജോലി ലഭിക്കുക.
ഹോട്ടൽ മാനേജർ, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, മാനേജ്മെന്റ് ട്രെയിനിങ്, റിസോർട്ട് മാനേജർ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ, ഷെഫ്, സോസ് ഷെഫ്, ദെൻ ബാങ്കറ്റ് മാനേജർ, ദെൻ ഓപ്പറേഷൻ മാനേജർ, പബ്ലിക് ഹൗസ് മാനേജർ, റെസ്റ്റോറന്റ് മാനേജർ, കാറ്ററിംഗ് മാനേജർ, ടൂറിസം ഓഫീസർ എന്നീ പോസ്റ്റുകളിലാകും മിക്കവാറും ഇത് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുക. 5 സ്റ്റാർ ഹോട്ടലുകളിൽ എക്സിക്യൂട്ടീവ് ഷെഫുകൾക്ക് 1 കോടി രൂപ വരെയാണ് വാർഷിക വരുമാനം സാധാരണ ലഭിക്കുക. ഹോട്ടൽ ജനറൽ മാനേജർക്ക് 36 ലക്ഷം, ഹെഡ് ഷെഫിന് 18 ലക്ഷം, ഫ്രണ്ട് ഓഫീസ് മാനേജർ 11 ലക്ഷം, കാറ്ററിംഗ് മാനേജർ 16 ലക്ഷം, ഇവന്റ് പ്ലാനർ 14 ലക്ഷം എന്നിങ്ങനെയാണ് അവരവരുടെ കഴിവിനനുസരിച്ച് ശമ്പളം വ്യത്യാസപ്പെടുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 15 ജനറൽ വിഭാഗത്തിന് 1000 രൂപയും EWSന് 700 രൂപയും റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് 450 രൂപയുമായി പരീക്ഷാ ഫീസ് നിജപ്പെടുത്തിയിട്ടുണ്ട്. NTA സൈറ്റിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. exams.nta.ac.in/NCHM എന്ന സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഹോട്ടൽ മാനേജ്മെന്റ് മേഖല ഇഷ്ടപ്പെടുന്നവർക്കായി കൈനിറയ അവസരങ്ങളാണ് NCHM JEE വഴി BSc നേടുന്നവരെ കാത്തിരിക്കുന്നത്. ഈ കോഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കൂ. ഏറെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടനെത്തും. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.